പോണേ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടിപൊളി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമ്മൾ രാത്രി ഒരു 10-11 പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോകണ വഴി നമ്മൾ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തൊരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, തട്ടുകടയിൽ നിന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും പുറപ്പെട്ട് നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് പോകുന്നത് മൂന്നാർക്കാണ് കേട്ടോ. അപ്പോൾ അത് മൂന്നാറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇവിടെ ഈ പാലം കഴിഞ്ഞാൽ നമുക്കിനി മൂന്നാറിലേക്കുള്ള റോഡുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മൂന്നാറിലേക്കുള്ള റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മേലെ എത്തിയപ്പോൾ നമ്മൾ നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചുരമാണ് കേട്ടോ. ചുരം കയറിയിട്ടാണ് നമ്മൾ മേലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് നല്ല വ്യൂ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ സൂര്യൻ ഇതങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. ആകാശത്ത് ഇങ്ങനെ ചുവപ്പ് ഇങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ചെറുതായിട്ടൊരു നീല കളറൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ വ്യൂ. അങ്ങനെ അതാ കുറച്ചും കൂടി നേരം വെളുത്ത് നമ്മൾ കോട ഇങ്ങനെ ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, നല്ല തണുപ്പ്. നമുക്ക് തണുപ്പ് ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട് നമ്മൾ മേത്തേക്കൊക്കെ. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗൺ ആട്ടോ അത്. അപ്പോൾ ടൗൺ കവർ ചെയ്തിട്ട് അവിടെ ഐ ലവ് യു മൂന്നാറിനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളത് വീണ്ടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് മൂന്നാർ എന്താ പറയുക, നമ്മൾ മറയൂർ റൂട്ടാട്ടോ. മൂന്നാർ മറയൂർ റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ പോയി നമുക്ക് ഒരുപാട് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഒരുപാട് ടോപ്പ് പോയിൻ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടുത്തെ ഒരുപാട് പാർക്ക് കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ മൂന്നാർ. പിന്നെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് അങ്ങനത്തെ പാർക്കുകളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ 7 മണിക്കാട്ട് നമ്മൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂന്നാറിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറയൂർ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലേക്ക് പോയാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആ വ്യൂ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവിടുത്തെ ആളുകൾ തേയിലൊക്കെ നുള്ളണ സമയമായിട്ടുണ്ട്. രാവിലെ തന്നെ തേയിലൊക്കെ നുള്ളാനായിട്ട് കർഷകരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലികളൊക്കെ മേയ്ക്കാനും അതിനൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നതിൽ കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉച്ചിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം അതിനകത്ത് ആയിട്ടില്ല, 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ നല്ലൊരു അപ്പോൾ നമുക്കിവിടെ വല്ലാത്ത ചൂട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ട് പിന്നെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാർ കാന്തല്ലൂർ മറയൂർ റൂട്ടിൽ ഈ ഒരു മെയ് ഏപ്രിൽ ടൈമിൽ ഒരു പ്രത്യേക തരം പൂവുണ്ടാവും കേട്ടോ അവിടെ. അതായത് ഈ പൂവാട്ടോ, അത് ജഗാറാണ്ട അങ്ങനെ എന്തോ കേട്ടോ പൂവിൻ്റെ പേര്. നല്ല ഭംഗിയാട്ടോ അങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ. ഈ പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അങ്ങനെ വയലറ്റ് പൂ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ പൂക്കളത് നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്തായാലും കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അവസരം കിട്ടണമെന്നില്ല കേട്ടോ. ഈ സമയത്ത് പോയാലായിട്ട് നമുക്കത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിത് അവിടെ കാന്തല്ലൂർ ഭാഗത്ത് ഇങ്ങനെ സ്ട്രോബെറി കൃഷി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടി ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് അങ്ങോട്ട് പോകുന്ന വ്യൂ ആട്ടോ, ചെറിയ ചെറിയ അരുവികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ ഏക്കർ കണക്കിന് പടർന്ന് കിടക്കുന്ന സ്ട്രോബെറി കൃഷിയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടുന്ന് ആണോ സ്ട്രോബെറി വരുന്നതെന്ന് നമുക്കറിയില്ല. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ അവർ കഴുകി ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് തേയിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് മധുരമുള്ള സ്ട്രോബെറി തന്നെയായിരുന്നു. അല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചിട്ട് നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുന്ന സമയത്ത് നമ്മളിതാ കുറച്ച് മാനിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഫോറസ്റ്റ് കാട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ യാത്രയിൽ നിങ്ങൾക്ക് ഇനി വീഡിയോസ് മുഴുവനായിട്ട് കാണുന്നത് മനസ്സിലാവും. മുഴുവനായിട്ട് ഫോറസ്റ്റുകളാണ് കേട്ടോ. ഒരുപാട് ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ തമിഴ്നാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പ്ലാനിങ് ഉണ്ടായിരുന്നു. മൂന്നാറിന് ഞങ്ങൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ മൈസൂർക്ക് ട്രിപ്പ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട്
ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ തമിഴ്നാട് സ്റ്റൈല് ലഞ്ചാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് തമിഴ്നാട് ഫുഡും കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മളൊരു ഫോറസ്റ്റിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനൊക്കെ ഉണ്ട്, ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡ് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ മാനകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് മാനുകൾ, കുരങ്ങന്മാർ, മയിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ചുരമാണ് കേട്ടോ. 27 ഹെയർ പിൻ ബെൻഡുള്ളൊരു ചുരമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറി നമ്മൾ നമുക്ക് എന്നിട്ട് വേണം നമുക്ക് മൈസൂർക്ക് കടക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കർണാടക അതിർത്തിക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പോണൊക്കെ നമ്മൾ വീണ്ടും കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാട്ടുപോത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഇത് ഫോറസ്റ്റിലൂടെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മയിലിനെ കണ്ട്. പിന്നെ ഇത് പോത്തുകളൊക്കെ ഇങ്ങനെ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വ്യൂസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമത്തെ നൈറ്റ് ഫുഡ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മളെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ മൈസൂർ ടൗണിൽ നിന്ന് നമുക്ക് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി ജസ്റ്റ് മൈസൂർ ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂരിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൈസൂർ ടൗണൊക്കെ രാവിലെ തന്നെ സജ്ജായിട്ടുണ്ട് കേട്ടോ. കടകൾ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മൾ 8 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലായിട്ട് ആദ്യം പോയത്, സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് സൺഡേ അതിനെക്കൊണ്ട് പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ പോയത് മൈസൂർ പാലസ് കാണാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് അധികം കാണാനും ഉണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ. നമ്മൾ പോയ സമയത്ത് കുറേ വിദേശികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരെയും കണ്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലത്തായാലും പുറമെ നാട്ടിലത്തായാലും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ അതിനെക്കൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും കാണൽ തുടങ്ങി. അപ്പോൾ അവിടെ കാണൽ കഴിയുള്ളൂ. അത്രയും കുറേ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ മൈസൂർ രാജാവ് ഇതാണ് കേട്ടോ. രാജാവിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ട്. മെഴുകു പ്രതിമയാണ് തോന്നിട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പോണത് മൃഗശാല കാണാൻ വേണ്ടിയിട്ടാണ്, മൈസൂർ സൂ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഉച്ചഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു നമ്മൾ മലയാളീസിൻ്റെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നല്ല അടിപൊളി മീൽസ് ആട്ടോ കഴിച്ചത്. നമ്മൾ പായസം അടക്കമുള്ള നല്ല അടിപൊളി ഒരു മീൽസ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കഴിച്ച്. അപ്പോൾ നമ്മൾ മൃഗശാലയ്ക്കുള്ള ഒരു എൻട്രി ഇങ്ങനെയാണ് കേട്ടോ. ഒരു ടണൽ വഴിയാട്ടോ നമ്മൾ മൃഗശാലേൻ്റെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ മൃഗശാലയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല റഷാണ് കേട്ടോ. നല്ല ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മൃഗങ്ങളൊക്കെ ചിലവരൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിലവരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അവർ ഉറങ്ങണത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ചിലവരൊക്കെ അവിടെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാ മൃഗങ്ങളും പക്ഷികളും അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. കുറേയൊക്കെ നമ്മൾ കണ്ടു. കുറേ ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ട് ഉറങ്ങിട്ടോ ഗൈസ്. അങ്ങനെ അവിടെ കുറേ ചുറ്റി നടന്ന് അത്ര 10 ഏക്കറിൻ്റെ മേലെ ഉണ്ട് കേട്ടോ ഗൈസ് ആ മൃഗശാല. നടന്ന് നമ്മൾ ഒരു വൈക്കായി. അങ്ങനെ എന്തായാലും കുറേ ഇതിനൊക്കെ കാണാൻ പറ്റി. എന്തായാലും ഇത് നമ്മുടെ നാട്ടിലത്തെ ആനയാണ് കേട്ടോ. ഇത് ആഫ്രിക്കൻ ആന അങ്ങനെ എന്തോ ഒരു ആനയാണ്. പിന്നെ കുറേ പാമ്പിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടിയാട്ടോ ഗൈസ്. ഏറ്റവും പേടിയുള്ള ഒരു ജീവി പാമ്പാണ് കേട്ടോ. പാമ്പിന് പല വലുപ്പത്തിലൊക്കെ ഉള്ള പാമ്പുകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ കുറച്ച് കിളികളെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ പല ടൈപ്പ് കിളി, നമ്മുടെ നാട്ടിലുള്ള ഐറ്റം കിളികൾ വരാണ്ട് കേട്ടോ. കൊക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ജിറാഫാണ്. ജിറാഫ് ഒരു 7 അവിടെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോരാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് പോരുന്നത് നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ. ബന്ദിപ്പൂർ, മുതുമല,
നമ്മളെ മസിനഗുഡി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോരുന്നത്. എന്തായാലും കാട്ടിലൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ആനനെ കാണാൻ പറ്റി, മയിൽ, പിന്നെ മാന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സിംഹവാലൻ കുരം കാണും കേട്ടോ, അതിന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇറങ്ങലുണ്ട്, പക്ഷേ ബാക്കിയുള്ളവർക്ക് കാണാം, നമ്മൾക്ക് ഇത്രയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ആനനെ കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്തായാലും ആനനെ കണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും അതിലൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഈ ഒരു എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഗൂഡല്ലൂർ കഴിഞ്ഞ് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളിത് ക്യാരറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നറിനായിട്ട് നമ്മൾ കേരള അതിർത്തിയിലൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് നല്ല നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കില്ല. ഓക്കെ, ബായ്.